മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെയും നവീകരിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം നടത്തി. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെയും നവീകരിച്ച ലൈബ്രറിയുടെയും ഉദ്ഘാടനം നടത്തി. E.T. ടൈസൺ MLA നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ അധ്യക്ഷനായി. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റാണി സക്കറിയ നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് മെമ്പർ OA ജെൻറിൻ, മതിലകം സർക്കിൾ ഇൻസ്പെക്ടർ MK ഷാജി, പ്രിൻസിപ്പൽ PJ ഡൊമിനിക് സാവിയോ, പ്രധാന അധ്യാപകൻ ജോജി ജോസഫ് പടമാടൻ, PTA പ്രസിഡന്റ് CM ജുഗുനു, MPTA പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ക്ലസ്റ്റർ മാനേജർ പൈസ് P. ഇഗ്നേഷ്യസ്, സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി മാർട്ടിൻ പെരേര എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ മുഹമ്മദ് നാഫിഖ്, പരിശീലകൻ GB പോൾ, ജനറൽ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി PC ആന്റണി, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻ ബ്രാഞ്ച് മാനേജർ ശുഭ ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആദ്യ സൗഹൃദ മത്സരം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും റെസ്റ്റ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ നടന്നു. ആ സമയത്താണ് കുട്ടികളുടെ ശേഷി പതുക്കെ ചാനലൈസ് ചെയ്യുക, മാറ്റപ്പെട്ട് ഒന്നും പ്രത്യേക രീതിയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സമയത്താണ് കുട്ടികൾക്ക് എല്ലാ തരത്തിലും വിഭിന്നമായിട്ടുള്ള രീതിയിലൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന സമയപ്പോഴാണ്. വേണമെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് എപ്പോഴും മനസ്സിൽ തോന്നുന്ന ചോദ്യം എപ്പോഴും നമുക്ക് അല്പം ചോദ്യം ചെയ്യാനുള്ള സമയം നന്നായിട്ട് തോന്നുന്ന സമയങ്ങളിൽ കിട്ടാം. അത് അങ്ങനെ